ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അബ്സല്യൂട്ട് സൊല്യൂഷൻ. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായി ഒരു നൈലോൺ ഗിയർ എങ്ങനെ ഉണ്ടാക്കാം. നൈലോൺ ഗിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ആ, ഒരു ഗിയറാണ്. അതിൻ്റെ ഒരു ഹെക്സഗൺ ബോറാണ്. ഓടി സ്പ്ലൈനുമാണ്. ഇതെങ്ങനെ വളരെ നിസ്സാരമായിട്ട് മാസ് പ്രൊഡക്ഷൻ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, അതും ഫോളോ ചെയ്ത് സഹായിക്കണം. ഷെയർ ചെയ്ത് മാക്സിമം ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ടെക്നിക്കൽ സംബന്ധമായ എനി ഹെൽപ്പ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ, അതായത് ഇനി ക്രിട്ടിക്കൽ ജോബ്, ഇനി ടെക്നിക്കൽ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ ഗിയർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന ഗിയർ ഇതാണ്. ഇൻസൈഡിൽ 8x8 ഹെക്സഗൺ ബോറ്, ഔട്ട് സൈഡിൽ 19 ഓടിയിൽ 12 ടീത്തുള്ള സ്പ്ലൈനാണ്. 2.5 വിഡ്ത്ത്, 1.5 ഡീപ്പ്. നമുക്കിനി ഇതിൻ്റെ ബ്ലാങ്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഓടി 19 മില്ലിമീറ്ററാണ്. ടോട്ടൽ ലെന്ത് 22. രണ്ട് സൈഡിലും 12 ഡയമീറ്റർ, 5 mm ഡീപ്പിൽ. ഹെക്സഗൺ 8-ൻ്റെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് 8-ൻ്റെ ഡ്രില്ലടിക്കുക, ഇല്ലെങ്കിൽ ടൂളിന് ഓവർ പ്രഷർ വരും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിത് ചെയ്യാൻ ആവശ്യമായ ടൂള് തയ്യാറാക്കാം. ലേത്തിൽ ടേൺ ചെയ്തെടുത്തേക്കുന്ന ടൂളുണ്ട്. അത് ഒരു ഡിവൈഡ് ഹെഡിലേക്ക് പിടിപ്പിച്ചിട്ട് കട്ടർ കൊണ്ട് 8x8 ഹെക്സഗൺ നമുക്ക് അടിച്ചെടുക്കാം. പുറകിലൊരു സ്റ്റെപ്പ് കോളർ പോലെ നിർത്തിയിട്ട് ഒരു സ്റ്റെപ്പും ടേൺ ചെയ്തിട്ട്, എനിക്ക് 22 ലെന്ത് വേണ്ടുന്നതിന് പകരം 35 ലെന്തിൽ ഞാൻ 10 ഡയമീറ്റർ ചെയ്ത് വച്ചിരിക്കുകയാണ്. അത് കട്ടർ കൊണ്ട് മെല്ലെ ടച്ച് ചെയ്ത് ഓടിയിൽ നിന്ന് 1 മില്ലിമീറ്റർ മൈനസ് ചെയ്ത് മില്ലിങ്ങിൽ നിസ്സാരമായിട്ട് നമുക്ക് ആ ഹെക്സഗൺ തയ്യാറാക്കി എടുക്കണം. ഞാനിതിൻ്റെ ഐഡിയിൽ 6 ഡ്രില്ലടിച്ചിട്ടുണ്ട്, സ്ക്രാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ സൈഡും നമുക്കിങ്ങനെ ഹെക്സഗൺ ചെയ്തെടുക്കാം. 1 മില്ലിമീറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഡിവൈഡ് ഹെഡ് തിരിച്ച് 60 ഡിഗ്രി ഡിവൈഡ് ഹെഡ് തിരിച്ച് കൊടുത്തിട്ട് ഓരോ സൈഡിൽ നിന്നും 1 മില്ലിമീറ്റർ കട്ട് ചെയ്ത് നമുക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള ടൂളാക്കി എടുക്കാം. ഓരോ സൈഡും നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം, എന്നാലേ അത് നൈസായിട്ട് കട്ടാവുകയുള്ളൂ. കോർണറൊന്നും ഇല്ലാതെ നൈസായിട്ട് ചെറിയ കട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഡിവൈഡ് ഹെഡ് 60 ഡിഗ്രി ടേൺ ചെയ്ത് നമുക്ക് എല്ലാ സൈഡും ചെയ്തെടുക്കാം. 60 ഡിഗ്രി തിരിച്ചാൽ മതി. 60 ഡിഗ്രി വെച്ച് 6 സൈഡും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ഹെക്സഗൺ ടൂൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ലേത്തിൽ ചക്കിൽ പിടിപ്പിക്കാം. ടൂൾ പോസ്റ്റ് 30 ഡിഗ്രി തിരിച്ച് ചെറിയ ഒരു ടൂൾ കൊണ്ട്, ഞാൻ അകത്ത് 6 ഡ്രില്ല് അടിച്ചെന്ന് പറഞ്ഞല്ലോ, അകത്തോട്ട് 30 ഡിഗ്രി തിരിച്ച് ചെറിയൊരു ടൂൾ കൊണ്ട് അകത്തേക്ക് ടേൺ ചെയ്ത് ബോറ് ടേൺ ചെയ്ത് ഷാർപ്പാക്കി എടുക്കാം. നല്ല നൈസായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യണം, എന്നാലേ കട്ടാവുകയുള്ളൂ. അപ്പോൾ 6 കോർണറും ഷാർപ്പായിട്ടിരിക്കും, 6 ഫേസും ഷാർപ്പായിട്ടിരിക്കും. ഇനി നമുക്കിത് ഫയൽ കൊണ്ട് ഇതിൻ്റെ ബെറ് റിമൂവ് ചെയ്യണം. ബെറ് റിമൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഷാർപ്നെസ് പോകരുത്. ആ ഷാർപ്പ് കോർണർ ബ്ലെൻഡ് ആവാണ്ട് ബെറ് വളരെ കെയർഫുള്ളായിട്ട് എടുത്ത് കളയുക. ഡയമണ്ട് ഫയൽ ഉപയോഗിച്ചാൽ മതി, അല്ല സ്റ്റോണോ അതെല്ലാം ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്ത് ഇൻസൈഡും ഔട്ട് സൈഡും റിപ്പീറ്റ് ചെയ്ത് ഷാർപ്നെസ് പോകാതെ ബെറ് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഹെക്സഗൺ ചെയ്യാം. ബ്ലാങ്ക് എടുത്തതിന് ശേഷം ഞാനൊരു കപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ജോബ് ഹോൾഡ് ചെയ്യാൻ. അത് ഡിവൈഡ് ഹെഡിൻ്റെ ചക്കിൽ പിടിച്ചിരിക്കുന്നു. നമ്മുടെ ഹെക്സഗൺ ടൂള് മില്ലിങ്ങിൻ്റെ ഹെഡിലും പിടിച്ചിട്ടുണ്ട്. ഹെക്സഗൺ ടൂള് മില്ലിങ്ങിൻ്റെ ഹെഡിൽ കോളറ്റിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു.
ഇതിൻ്റെ സെൻറ്റർ എടുത്തതിന് ശേഷം ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടൂള് ക്യാപ്പ് ഇട്ട് ജോബ് ടൈറ്റ് ചെയ്തതിന് ശേഷം മില്ലിങ്ങിൻ്റെ ഹാൻഡിൽ താത്ത് കൊടുത്താൽ മതി. പവർ പ്രസ്സിൽ ചെയ്യണമെങ്കിൽ പ്രസ്സിൽ സെറ്റ് ചെയ്താലും മതി. ഒറ്റ കട്ട് ഫിനിഷ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് ആവും. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് 4-5 തവണ റിപ്പീറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാതെ. ഇപ്പോൾ എൻ്റെ ഹെക്സഗൺ ബോർ 8x8 ഹെക്സഗൺ ബോർ ഓക്കെ. അടുത്തതായി നമുക്ക് വേണ്ടുന്നത് ഓഡി സ്പ്ലൈനാണ്. അതിനുവേണ്ടി നേരത്തെ ചെയ്ത ഹെക്സഗണിൽ സീറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹെക്സഗൺ തന്നെ ഹോൾഡർ ടാപ്പ് ചെയ്ത് വിത്ത് ടാപ്പിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജോബ് ഹോൾഡ് ചെയ്യും. ഈ ടൂൾ ഞാൻ വയർ കട്ടിൽ ചെയ്തെടുത്താണ്. അതെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്തായിപ്പോൾ. അതുകൊണ്ട് ഇൻസൈഡിൽ 12 ടീത്തുള്ള ഓഡി 19 1.5 ഡെപ്തുള്ള സ്പ്ലൈൻ്റെ ടൂള് ഐഡിയിൽ ഞാൻ വയർ കട്ട് ചെയ്തെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മില്ലിങ്ങിൻ്റെ ഹെഡിൽ പിടിക്കും. ജോബ് ഹെക്സഗൺ ഹോൾഡറിൽ പിടിച്ച് സ്ക്രൂ ഇടുന്നു. സ്ക്രൂ ടൈറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മേളിൽ സ്ക്രൂവോ വാഷറോ ഇല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന ടൂളിൻ്റെ കൂടെ റിട്രാക്ട് ചെയ്ത് മേപ്പോട്ട് വരും. മുമ്പ് നമ്മൾ ഹെക്സഗൺ പ്രസ് ചെയ്ത പോലെ തന്നെ ഈ ടൂള് പ്രസ് ചെയ്യുകയേ വേണ്ടൂ. 12 ടീത്തും ഒരേ സമയം ആ സ്പ്ലൈൻ ഫിനിഷ് ആവുന്നത് നമുക്ക് കാണാം. പ്രസ് ഒറ്റ പ്രസ്സിങ്ങിൽ ചെയ്യാൻ നോക്കണ്ട. റിപ്പീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് അഴിച്ചെടുക്കുക. അപ്പോൾ ഗിയർ ഉണ്ടാക്കുന്ന ടെക്നോളജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ടൂൾസ്, ഇനി ജിഗ്, ഫിസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളൊരു കമ്പനിയുടെ ഓണർ ആയിക്കോട്ടെ, എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, എന്നെ സമീപിച്ചാൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.